പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ജേഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡീസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 16ാമത്തെ എഡിഷനിൽ ആരെയാണ് ആദരിക്കുന്നത്? ബേദി സഹോദരന്മാർ. 16ാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IDSFFK ഇതിൽ ബേദി ബ്രദേഴ്സിനെ ആദരിക്കുകയാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയാണ് നരേഷ് ബേദിയെയും രാജേഷ് ബേദിയെയും ആദരിക്കുന്നത്. പ്രധാനമായിട്ടും നരേഷ് ബേദി, രാജേഷ് ബേദി ഇവരുടെ വർക്ക് എന്ന് പറയുമ്പോൾ വന്യജീവികളുമായി ബന്ധപ്പെട്ട വർക്കാണ്. അതുപോലെയുള്ള ഫിലിംസ്, ഡോക്യുമെന്ററീസ് എന്നിവ എടുക്കുന്ന ബ്രദേഴ്സ് ആണ് നരേഷ് ബേദിയും രാജേഷ് ബേദിയും. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇവരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുകയാണ്. വരാൻ പോകുന്ന ജൂലൈ 26 തീയതിയാണ് IDSFFK ആരംഭിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഉദ്ഘാടന വേളയിൽ ഈ രണ്ട് ബ്രദേഴ്സിനെയും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഡോക്യുമെന്ററികളിലൂടെയും ഫോട്ടോഗ്രാഫുകളിലൂടെയും ഇന്ത്യയിലെ ജന്തുജാലങ്ങളുടെ നിഗൂഢമായിട്ടുള്ള സൗന്ദര്യം പകർത്താൻ 4 പതിറ്റാണ്ട് പ്രവർത്തിച്ച വ്യക്തികളാണ്. ഇവർക്കാണ് ജൂലൈ 26 തീയതി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കുന്നത്. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് 2 സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത്? ലക്ഷദ്വീപ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതായത് 2 മിലിറ്ററി എയർഫീൽഡ്സ് ആണ് ലക്ഷദ്വീപിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യയെ ഒന്നുകൂടി പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ വരാൻ പോകുന്ന മിലിറ്ററി എയർഫീൽഡ്സ്. ഒന്ന് മിനിക്കോയ് ഐലൻഡിലും മറ്റൊന്ന് അഗതി ഐലൻഡിലാണ്. അഗതി ഐലൻഡിൽ ഇപ്പോൾ ഉള്ള എയർഫീൽഡ് അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കുള്ളൂ ഡിഫൻസിന്റെ തീരുമാനം. അതായത് മിനിക്കോ ഐലൻഡിലും അഗതി ഐലൻഡിലാണ് 2 എയർഫീൽഡ് ആണ് വരാൻ പോകുന്നത്. ഈ 2 എയർഫീൽഡിലും എല്ലാ തരത്തിലുള്ള ഫൈറ്റർ വിമാനങ്ങളും, ട്രാൻസ്പോർട്ട് വിമാനങ്ങളും, ലോങ് റേഞ്ച് ഡ്രോണുകൾ, കമേഴ്സ്യൽ എയർലൈൻസ് ഇവയെല്ലാം ഇറങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള എയർഫീൽഡ് ആയിരിക്കുള്ളൂ മിനിക്കോയ് ഐലൻഡിലും അഗതി ഐലൻഡിലും വരാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ മാൽദീവ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചൈന ആ പ്രദേശത്ത് കൂടുതലായിട്ട് അവരുടെ സ്വാധീനം വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം. അതായത് ലക്ഷദ്വീപ് ഐലൻഡിൽ 2 പുതിയ എയർഫീൽഡ്, മിലിറ്ററി എയർഫീൽഡ് വരാൻ പോകുന്ന ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും നെറ്റ്ഫ്ലിക്സും ചേർന്ന് ആരംഭിച്ച അപ്സ്കിൽ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ദി വോയിസ് ബോക്സ്. നെറ്റ്ഫ്ലിക്സും NFDC അതായത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായിട്ട് ഒരു അപ്സ്കിൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഈ പ്രോഗ്രാമിന്റെ പേരാണ് വോയിസ് ബോക്സ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ വരുന്ന ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. വോയിസ് ബോക്സ് എന്ന ഈ പ്രോഗ്രാം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകളുടെ ആ വോയിസ് ഒന്നുകൂടി പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, ബംഗാളി, മലയാളം, തമിഴ്, തെലുഗു, ഗുജറാത്ത് ലാംഗ്വേജ് ഈ ഭാഷകളിലെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ ഒന്നുകൂടി ആ വോയിസ് പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് വോയിസ് ബോക്സ്. ഇത് നെറ്റ്ഫ്ലിക്സും NFDCയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാമിന് ട്രെയിനിങ് പാർട്ട്ണർ ആണ് പേൾ അക്കാഡമി. ഇന്ത്യയിലെ ലീഡിംഗ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പേൾ അക്കാഡമി. പേൾ അക്കാഡമിയാണ് ഈ ട്രെയിനേഴ്സിനെ, ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകാൻ പോകുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെ പ്രത്യേക പദ്ധതിയായിട്ടുള്ള ആസാദി കാ അമൃത് കഹാനിയ ഇതിലേക്ക് സംഭാവന നൽകുന്നതിനായി ഓരോ ബാച്ചിൽ നിന്നും 7 പ്രമുഖ പങ്കാളികളെ തിരഞ്ഞെടുക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പല കഥകളും പറയാനുള്ള അവസരം നൽകും. ആസാദി കാ അമൃത് കഹാനിയ എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രത്യേക പദ്ധതി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024 തീം എന്താണ്? ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ തീം ആണ് ദ ഫ്യൂച്ചർ ഈസ് നൗ. വരാൻ പോകുന്ന ഒക്ടോബർ 15 മുതൽ 18 വരെയാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് എന്ന വലിയൊരു സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇത് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് എന്ന ഈ വലിയൊരു കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ തീം ആണ് ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 2024 തീം ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇതിൽ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് വടക്കുകിഴക്കൻ മേഖലയുടെ ആശയവിനിമയ വികസന മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ M സിന്ധ്യയാണ്. ആഭ്യന്തരമന്ത്രി അടുത്തിടെ ആരംഭിച്ച ദേശീയ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈനിന്റെ പേരെന്താണ്? മനാസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹോം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് നാഷണൽ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നമ്പർ മനാസ്.
ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ ആണ് 1933. മനാസ് എന്നാൽ മാദക് പദാർത്ഥ് നിഷേധ് അസൂചന കേന്ദ്ര. മനാസിന്റെ ടോൾ ഫ്രീ നമ്പർ ആണ് 1933. പ്രധാനമായിട്ടും ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഹരി വിമുക്തമാക്കൽ, പുനരധിവാസം എന്നിവയിൽ ഉപദേശം തേടുകയും മയക്കുമരുന്നുകൾ കടത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുക എന്നതാണ് 1933 എന്ന് പറയുന്ന മനാസ് ടോൾ ഫ്രീ നമ്പറിന്റെ ലക്ഷ്യം. കൂടാതെ മനാസ് ടോൾ ഫ്രീ നമ്പറിനോടൊപ്പം തന്നെ ഒരു വെബ് പോർട്ടൽ, ഒരു മൊബൈൽ ആപ്പ്, ഉമാങ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ നാർക്കോട്ടിക് കൺട്രോൾ സ്ഥാപിക്കുകയും മിഷൻ സ്പന്ദൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതായത് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ നാർക്കോട്ടിക് കൺട്രോൾ എന്ന ഒരു പ്രോഗ്രാം ആരംഭിക്കുകയും മിഷൻ സ്പന്ദൻ എന്ന ഒരു മിഷൻ കൂടി ആരംഭിച്ചിരുന്നു. ഈ എല്ലാ പ്രോഗ്രാംസും നാർക്കോട്ടിക്സ് ആയിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആണ്. IPL ഫ്രാഞ്ചൈസി ചെന്നൈ സൂപ്പർ കിങ്സ് ഏത് രാജ്യത്താണ് മൂന്നാമത്തെ അന്താരാഷ്ട്ര സൂപ്പർ കിങ്സ് അക്കാദമി ആരംഭിച്ചത്? സിഡ്നി, ഓസ്ട്രേലിയ. IPL ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. MS ധോണി ലീഡ് ചെയ്യുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ ഫ്രാഞ്ചൈസിയുടെ മൂന്നാമത്തെ ഒരു അക്കാദമി, സൂപ്പർ കിങ്സ് അക്കാദമി എന്ന പേരിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആരംഭിക്കുകയാണ്. ഇതിനു മുമ്പ് സൂപ്പർ കിങ്സ് അക്കാദമി USA-ലും UK-ലും ആരംഭിച്ചിരുന്നു. വരാൻ പോകുന്ന സെപ്റ്റംബറിൽ ആണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുക. ബോയ്സിനും ഗേൾസിനും കോച്ചിങ് നേടാൻ സൗകര്യമുള്ള രീതിയിലുള്ള ഒരു അക്കാദമി ആയിരിക്കുള്ളൂ സൂപ്പർ കിങ്സ് അക്കാദമി. 2024 ജൂലൈ 19 ലോകമെമ്പാടുമുള്ള വിവിധ മേഖലകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ മൈക്രോസോഫ്റ്റിന്റെ ബൂട്ട് ലൂപ്പ് സവിശേഷതയുടെ പേര് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. അതായത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 10 ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് ഇന്നലെ വന്നിട്ടുള്ള പ്രോബ്ലമാണ്. അതായത് പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ ഓഫ് ആവുകയും ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടുകയും റീസ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന ഒരു പ്രോബ്ലം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 അപ്ഡേഷൻസിന്റെ ഭാഗമായിട്ട് ഇന്നലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, വേൾഡിൽ തന്നെ പറയും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ബാധിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ബാങ്കുകളെയും അതേപോലെ തന്നെ എയർലൈൻ ഇൻഡസ്ട്രീനെയാണ്. എയർലൈൻ ഇൻഡസ്ട്രിയിലത്തെ പല ഫ്ലൈറ്റുകളും ഇന്നലെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് ഇന്ത്യയിലും അത് ബാധിച്ചു, കേരളത്തിൽ പോലും അത് ബാധിച്ചു. അതായത് ടിക്കറ്റുകൾ നൽകാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറുകയും പല ഫ്ലൈറ്റുകളും ഇന്നലെ ക്യാൻസൽ ചെയ്തു. ഗുജറാത്തിൽ 10ലധികം പേരുടെ മരണത്തിന് കാരണമായ ചന്ദിപുര വൈറസ് പരത്തുന്ന പ്രാണി ഏത്? സാൻഡ് ഈച്ചകൾ. ഗുജറാത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകാം. ചന്ദിപുര വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ്, 10ലധികം പേരെയാണ് ഈ ഒരു വൈറസ് മൂലം മരണപ്പെട്ടിട്ടുള്ളത്. സാൻഡ് ഫ്ലൈസ് എന്ന് പറയുന്ന ഒരുതരം ഈച്ചയാണ് ഇത് പരത്തുന്നത്. ചന്ദിപുര വൈറസ് എന്ന വൈറസ് ആണ് ഈച്ചകളിലൂടെ, സാൻഡ് ഫ്ലൈസിലൂടെ അത് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. റോയൽ സൗദി നേവൽ ഫോഴ്സിലെ 76 ട്രെയിനികൾ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന സ്ക്വാഡന്റെ പേര് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡൻ 1TS. ഇന്ത്യൻ നേവിയുടെ സദേൺ നേവൽ കമാൻഡ്, അതായത് കൊച്ചിയിലെ ഒരു ട്രെയിനിങ് സ്ക്വാഡൻ ആണ് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡൻ. റോയൽ സൗദി നേവൽ ഫോഴ്സിലെ 76 ട്രെയിനേഴ്സ് ആണ് ഇന്നലെ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ പരിശീലനം നൽകിയിട്ടുള്ള സ്ക്വാഡൻ ആണ് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡൻ. ഇന്നലെ ജൂലൈ 19 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 വനിതാ ഏഷ്യ കപ്പ് T20 ടൂർണമെന്റിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം? ഇതിന്റെ ഉത്തരം ശ്രീലങ്ക. ഇന്നലെ ശ്രീലങ്കയിൽ 2024 വിമൻസ് ഏഷ്യ കപ്പ് T20 ടൂർണമെന്റ് ആരംഭിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 16ാമത്തെ എഡിഷനിൽ ആരെയാണ് ആദരിക്കുന്നത്? ബേദി സഹോദരന്മാർ. ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് 2 സൈനിക എയർഫീൽഡുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയത്? ലക്ഷദ്വീപ്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും നെറ്റ്ഫ്ലിക്സും ചേർന്ന് ആരംഭിച്ച അപ്സ്കിൽ പ്രോഗ്രാമിന്റെ പേരെന്താണ്? വോയിസ് ബോക്സ്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024 തീം എന്താണ്? ദ ഫ്യൂച്ചർ ഇസ് നൗ. ആഭ്യന്തരമന്ത്രി അടുത്തിടെ ആരംഭിച്ച ദേശീയ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈനിന്റെ പേരെന്താണ്? മനാസ്. IPL ഫ്രാഞ്ചൈസി ചെന്നൈ സൂപ്പർ കിങ്സ് ഏത് രാജ്യത്താണ് മൂന്നാമത്തെ അന്താരാഷ്ട്ര സൂപ്പർ കിങ്സ് അക്കാദമി ആരംഭിച്ചത്? സിഡ്നി, ഓസ്ട്രേലിയ. 2024 ജൂലൈ 19
ലോകമെമ്പാടുമുള്ള വിവിധ മേഖലകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയ മൈക്രോസോഫ്റ്റിന്റെ ബൂട്ട് ലൂപ്പ് സവിശേഷതയുടെ പേര് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ഗുജറാത്തിൽ 10ലധികം പേരുടെ മരണത്തിന് കാരണമായ ചന്ദിപ്പുര വൈറസ് പരത്തുന്ന പ്രാണി ഏത്? സാൻഡ് ഫ്ലൈസ്. റോയൽ സൗദി നേവൽ ഫോഴ്സിലെ 76 ട്രെയിനികൾ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന സ്ക്വാഡന്റെ പേര് ഫസ്റ്റ് ട്രെയിനിങ് സ്ക്വാഡൻ. ഇന്ന് ജൂലൈ 20. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. പോപ്പുലേഷൻ വൈസ് വിച്ച് ഇസ് ദ വേൾഡ് ലാർജസ്റ്റ് റിലീജിയൻ? ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.